സ്വസ്ഥമായിരിക്കാം, ശാന്തമായിരിക്കാം. കൈകൾ ചിന്മുദ്രയിൽ, കൈയുടെ ചൂണ്ടുവിരലും തള്ളവിരലും കൂടി മുട്ടിച്ചു പിടിക്കുക. ചൂണ്ടുവിരലും തള്ളവിരലും കൂടി മുട്ടിച്ചിട്ട് കൈ മലർന്നിരിക്കണം കേട്ടോ. നീതു കൈ മലർത്തി വെച്ച്, കൈ മലർന്നിരിക്കട്ടെ. കൈയുടെ മുട്ട് മടക്കി തുടയിലേക്ക് ഇറക്കി വെച്ചു. ഇനി അങ്ങനെ നിവർന്നിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഭിത്തിയിലേക്ക് ചാഞ്ഞിരുന്നോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ യെസ്, 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 യെസ്. മഞ്ജു ക്യാമറ ഓൺ ചെയ്തു കേട്ടോ, ക്ലാസ് തുടങ്ങിയേ. സാധാരണഗതിയിൽ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് ചുറ്റുപാടുകളിലേക്ക് ശ്രദ്ധിച്ചിരിക്കാം. സാധാരണഗതിയിൽ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് ചുറ്റുപാടുകളിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. കണ്ണടച്ചിരുന്നോളൂ, കണ്ണടച്ചിരുന്നോളൂ. ഓക്കെ, തുടങ്ങി തുടങ്ങി. കണ്ണടച്ചിരുന്നോ കേട്ടോ. ഇൻഹേൽ, ശ്വാസമുള്ളിലേക്ക്. എക്സേൽ, ശ്വാസമുള്ളിലേക്ക്. ഇൻഹേൽ, എക്സേൽ, 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 ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. ഇരു കൈകളും ചേർത്ത് നന്നായിട്ട് കൂട്ടി തിരുമ്മി. ഇരു കൈകളും ചേർത്ത് നന്നായി കൂട്ടി തിരുമ്മി. കൈകൾ തുറന്ന മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, കൈകൾ തുറന്ന മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, തലയ്ക്ക് മുകൾ വശത്തും തോടിന്റെ ഇരുവശങ്ങളിലും ഉള്ളം കാലിലും കൈകളുടെ ചൂട് തൊടുതലോടെ അനുഭവിച്ചറിയാം. അതിനുശേഷം വിരലുകൾക്കിടയിലൂടെ കൈകൾ ഇന്റർലോക്ക് ചെയ്ത് പിടിക്കുക. വിരലുകൾക്കിടയിലൂടെ കൈകൾ ഇന്റർലോക്ക് ചെയ്ത് പിടിച്ച് ചങ്കിന് മുമ്പിലേക്ക് നീട്ടി അകത്തുനിന്ന് വെളിയിലേക്ക് കൈകൾ നീട്ടി പിടിച്ചു. തിരിച്ചു പിടിക്കണം, സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. തിരിച്ച് അകത്തുനിന്ന് വെളിയിലേക്ക് കൈ കറക്കണം. അകത്തുനിന്ന് വെളിയിലേക്ക് കൈകൾ കറക്കി തിരിച്ചു പിടിക്കണം. കൈയുടെ ഉൾവശം യെസ്. കൈകൾ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി, മുഖം ഉയർത്തി പിടിച്ച് ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക.
ശ്വാസം വിട്ടുകൊണ്ട് ഇരുവശങ്ങളിലേക്കും കൈകൾ താത്തി സാവധാനം കണ്ണുകൾ തുറക്കാം. ഇരുവശങ്ങളിലേക്കും കൈകൾ താത്തി സാവധാനം വലതേ വലതുവശത്തേക്കും ഇടതേ ഇടതുവശത്തേക്കും താത്തുക. കൈ വിടുക. യെസ്. ഓക്കെ, എണീക്കാം. സാവധാനം എണീക്കാം. ശിഥിലീകരണ വ്യായാമമാണ്. സാവധാനം ശിഥിലീകരണ വ്യായാമം ചെയ്യുവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കാം. കാൽപാദം ഷോൾഡർ ലെവലകത്തി. കാൽപാദം ഷോൾഡർ ലെവലകത്തി. കൈകൾ മുഷ്ടി ചുരുട്ടി മുമ്പിലേക്ക് നീട്ടിപ്പിടിക്കുക. കൈകൾ മുഷ്ടി ചുരുട്ടി മുമ്പിലേക്ക് നീട്ടിപ്പിടിക്കുക. മുമ്പിലേക്ക് മുഷ്ടി ചുരുട്ടി മുമ്പിലേക്ക് നീട്ടിപ്പിടിക്കുക. കൈവിരലുകൾ ശക്തിയായി തുറക്കുകയും അടക്കുകയും ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അടുത്ത റിസ്റ്റ് റൊട്ടേഷൻ ആണ്. കൈയുടെ കുഴയ്ക്കുള്ള എക്സസൈസ് ആണ്. കൈയുടെ കുഴയ്ക്ക് മുഷ്ടി ചുരുട്ടി പിടിക്കുക. ശേഷം മുഷ്ടി ചുരുട്ടി പിടിച്ചതിന് ശേഷം തിരിക്കുക. 1 2 3. ഓപ്പോസിറ്റ് 1 2 3. കൈയുടെ മുട്ടിന് എൽബോ ബെൻഡ്. കൈയുടെ മുട്ട് മടക്കുകയും നിവർത്തുകയും ചെയ്യാം. 1. കൈയുടെ മുട്ട് മടക്കുകയും നിവർത്തുകയും ചെയ്യുക. 2. യെസ്. 3. സ്പീഡ് കൂടി പോകരുത് രമ്യ. ഞാൻ കൗണ്ട് പറയുന്നത് കേട്ടിട്ട് ചെയ്യാവുള്ളൂ. 5 6 7 8. മടക്കാന് ഒരു കൗണ്ട്, നിവർത്താൻ ഒരു കൗണ്ട് കേട്ടോ. 9 10. ഓക്കെ, അടുത്ത തോള് ഷോൾഡർ റൊട്ടേഷൻ. 1 2 3. തിരിച്ച് 1 2 3. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ഹിപ്പ് റൊട്ടേഷൻ ആണ്. കൈ നടുവിന് പിടിക്കാം. കൈ നടുവിന് പിടിക്കുക. കൈ നടുവിന് പിടിക്കുക. നടുവ് വട്ടത്തിൽ കറക്കുക. 1 2 3. തിരിച്ചു കറക്കാം. 1 2 3. യെസ്. കാലിന്റെ മുട്ട് മടക്കി ഉയർത്തി താത്തി. 1 2. കാല് മാറി മാറി ചെയ്യാം. 3. കൈ നടുവിനങ്ങ് പിടിച്ച്. കൈ നടുവിന് പിടിച്ച്. 4 5 6 7 8 9 10. ഓക്കെ, അടുത്തത് ആംഗിൾ റൊട്ടേഷൻ. കാലിന്റെ ആംഗിൾ റൊട്ടേഷൻ. വലതുകാല് ഉയർത്തി പിടിക്കാം. 1 2 3. ഓപ്പോസിറ്റ് 1 2 3. അടുത്ത കാല് ചേഞ്ച്. 1 2 3. ഓപ്പോസിറ്റ് 1 2 3. യെസ്. ഇരിക്കുക കേട്ടോ, ഇരിക്കാം. സുഖാസനം ഇരുന്നതിന് ശേഷം ഇടതുവശത്തേക്ക് രണ്ട് കാല് നീട്ടി വെച്ച് വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. ചെരിഞ്ഞു കിടന്നതിന് ശേഷം മലർന്നു കിടക്കാം. ഇടതുവശത്തേക്ക് രണ്ട് കാല് നീട്ടി വെച്ചു. ഇടതുവശം. ഷൈബി, കാല് ഇപ്പുറത്തോട്ട് നീട്ടി വെക്കണം. എന്നാലേ ക്യാമറയുടെ നേരെ തിരിഞ്ഞു കിടക്കാൻ പറ്റുള്ളൂ ചിരിയുമ്പോ. അപ്പൊ അതുകൊണ്ട് തിരിച്ച് കാല് വയ്ക്കുക. തിരിച്ച് അങ്ങോട്ട് കാല് വയ്ക്കുക. അങ്ങോട്ട് കാല് തിരിച്ച് അങ്ങോട്ട് വയ്ക്കുക. ഇപ്പൊ വെച്ചേക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് വെച്ചേക്കാൻ. ഇതാണ്. യെസ്. ഇനി രണ്ട് കൈ ഇപ്പറേ കുത്തിക്കേ. ക്യാമറ വെച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് രണ്ട് കൈ കുത്തിയിട്ട് യെസ്. ചെരിഞ്ഞ് ചെരിഞ്ഞ് കിടന്നതിന് ശേഷം ചെരിഞ്ഞ് കിടന്നതിന് ശേഷം മലർന്ന് കിടക്കുക. യെസ്. കാൽപാദം ചേർത്ത് വെച്ചു. കൈകൾ വശങ്ങളിൽ ചേർത്ത് വെച്ചു. കാൽപാദം ചേർത്ത് വെച്ചു. കൈകൾ വശങ്ങളിൽ ചേർത്ത് വെച്ചു. നേരെ മുകളിലേക്ക് നോക്കി കിടക്കുക. ഹസ്ത ഉത്താനാസനയാണ്. ഇരു കൈകളും 180 ഡിഗ്രി ഉയർത്തി പുറകിലേക്ക് കൊണ്ടുവയ്ക്കുക. യെസ്. മുഖത്ത് സന്തോഷം ഉണ്ടാവണം. ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കണം. ശ്വാസഗതിക്ക് അനുസരിച്ച് ചെയ്യാം. രണ്ട് കൈയും രമ്യ, രണ്ട് കൈയും പുറകെ കൊണ്ട് വയ്ക്കും. എക്സേൽ പറഞ്ഞ് താത്തി വയ്ക്കണം കേട്ടോ. ഇൻഹേൽ
exhale, inhale, 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 exhale, inhale. കൈ നേരെയാണ് പൊക്കേണ്ടത്. നീ ഇത് ചെയ്യുന്ന വശങ്ങളിൽ കൂടെയാണ്. ഹസ്ത ഉത്താനാസന നമ്മൾ ആദ്യം പഠിച്ച പോസ്റ്ററല്ലേ ചെയ്യാൻ പറഞ്ഞേ? കൈ നേരെ മുകളിലേക്ക് ഉയർത്തി താത്തണം. കൈ നേരെ ഉയർത്തി താത്തണം. ആ, ഇൻഹേൽ, എക്സേൽ. ഓക്കെ, റിലാക്സ്. കാൽപാത കത്തി വെച്ചു, കൈകൾ കത്തി വെച്ചു, കൈയുടെ ഉള്ളവശങ്ങളോട് തിരിച്ചു വയ്ക്കുക, കണ്ണുകൾ അടച്ച് കിടക്കുക. നമ്മൾ ആദ്യമേ പഠിച്ച കാര്യങ്ങളെല്ലാം ആ ഓർഡറിലാണ് ചെയ്തു വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കൈ ഉയർത്തി ചെയ്ത ഹസ്ത ഉത്താനാസനം അത് നമ്മൾ ചെയ്തു. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിലാക്സ് ചെയ്യുമ്പോൾ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിക്കണോ ആ ഭാഗങ്ങളിലേക്കെല്ലാം ശ്രദ്ധിച്ചു കിടക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ് ലങ്സിലെ ശ്വസന വ്യവസ്ഥയെ ആക്റ്റീവ് ആക്കാൻ ചെയ്യുന്ന ഒരു പോസ്റ്ററാണ്. അപ്പൊ ലങ്സിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ശ്രദ്ധിച്ചു കിടക്കണം. അതുപോലെ തന്നെ ഇരു തോളുകളിലേക്കും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ആ ഭാഗങ്ങളിലേക്കൊക്കെ ശ്രദ്ധിച്ചു വേണം കണ്ണുകൾ അടച്ച് കിടക്കാൻ. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറന്നു. യെസ്. കാൽപാദം ചേർത്ത് വെച്ചു, കൈകൾ വശങ്ങളിൽ ചേർത്ത് കമത്തി വയ്ക്കുക. ഇനി ഹസ്ത ഉത്താനാസന 2. ഇനിയാണ് കൈകൾ വശങ്ങളിൽ കൂടി ഉയർത്തി തലയ്ക്ക് മുകളിലേക്ക് പോകേണ്ടത്. ചെയ്യാം. കൈകൾ വശങ്ങളിൽ കൂടെ, രമ്യ കൈ താത്തിയിട്ട് വശങ്ങളിൽ കൂടെ ഉയർത്തിക്കേ. നിലം ചേർന്ന് വരട്ടെ. ആ, കൈ പുറകെ പോയി. കൈ വശങ്ങളിൽ കൂടെ. മഞ്ജു ചെയ്യുന്ന തെറ്റാണ്. സിംഗിൾ ഹാൻഡ് അല്ല. രണ്ട് കൈയും വശങ്ങളിൽ കൂടെ ഉയർത്തി തലയ്ക്ക് മുകളിലേക്ക് പോകണം. വശങ്ങളിൽ കൂടെ ഉയർത്തി തലയ്ക്ക് മുകളിലേക്ക് പോകണം. വശങ്ങളിൽ കൂടെ. അത് നേരെ മുകളിലേക്കല്ലേ. വശങ്ങളിൽ കൂടെ ഉയർത്തിക്ക്. കൈ വശങ്ങളിൽ കൂടെ, നിലം ചേർന്ന്. കൈ ഉയരട്ടെ. അത് തന്നെ ശരിയാണ്. പോട്ടെ പോട്ടെ മഞ്ജു. യെസ്, അതാണ് ചെയ്യേണ്ടത്. ഉയരട്ടെ തലയ്ക്ക് മുകളിൽ. ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു താത്തി, സാവധാനം തിരിച്ചു താത്തി വശങ്ങളിലേക്ക് കൊണ്ടുവരാം. വീണ്ടും ഇൻഹേൽ, എക്സേൽ. നേഹ എന്ത് പറ്റി? മൈക്ക് ഞാൻ ഓഫ് ചെയ്യുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ അവിടുന്ന് ഒച്ച കയറി വരുന്നതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യുന്നതാണ്. ചെരിഞ്ഞു കിടന്നിട്ടേ മലർന്ന് നടക്കാവുള്ളൂ. യെസ്. ഓക്കെ, ചെയ്യാം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale, inhale,
Exhale. Inhale. നന്നായിട്ട് സ്ട്രെച്ച് ആവട്ടെ. സ്ട്രെച്ച് വലിഞ്ഞു വരണം. നന്നായിട്ട് ഉയർന്ന് കൈ ഉയർത്തി മുട്ട് നിവർത്തി വെക്കണം. Exhale. Inhale. Exhale. Inhale. Exhale. Inhale. Exhale. റിലാക്സ്. കാൽപാദം അകത്തി വെച്ചു, കൈകൾ അകത്തി വെച്ചു, കൈയുടെ ഉള്ളവശങ്ങളോട് തിരിച്ചു വെക്കുക. കണ്ണുകൾ അടച്ചു കിടക്കാം. മുൻപ് പറഞ്ഞ ശരീരഭാഗങ്ങളിലേക്ക് ശ്രദ്ധിച്ച് കിടക്കുക. മുൻപ് പറഞ്ഞ ശരീരഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് സാധാരണഗതിയിൽ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് കിടക്കാം. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം സാവധാനം കണ്ണുകൾ തുറക്കുക. യെസ്. കാൽഭാഗം ചേർത്ത് വെച്ചു, കൈകൾ വശങ്ങളിൽ ചേർത്ത് മാറ്റിലേക്ക് കമത്തി വയ്ക്കുക. ഇനി അർദ്ധഹസ്ത ഉത്താനാസനയാണ്. ഇനിയാണ് സിംഗിൾ ഹാൻഡ് റേസിംഗ് വരേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്നലെ ചെയ്ത ചെറിയൊരു വ്യത്യാസം വരുത്താൻ. രണ്ട് കൈയും 90 ഡിഗ്രി ഉയർത്തി പിടിക്കുക. രണ്ട് കൈയും 90 ഡിഗ്രി ഉയർത്തി പിടിക്കുക. നേരെ റൂഫിലേക്ക് ഉയർത്തി പിടിക്കുക. ഇവിടെ നിന്ന് ഇൻഹെയിൽ പറയുമ്പോൾ വലത് കൈ തലയ്ക്ക് മുകളിലേക്കും ഇടത് കൈ താഴേക്കും താത്തി വയ്ക്കുക. ഓക്കെ, ഇൻഹേൽ വലത് കൈ താഴേക്കും, സോറി, വലത് കൈ തലയ്ക്ക് മുകളിലേക്കും മറ്റേ കൈ താഴേക്കും. അത് തന്നെ. യെസ് യെസ് യെസ്. എക്സേൽ ഉയർത്തിക്കൊണ്ടുവന്നു, രണ്ട് കൈയും ഉയർത്തിക്കൊണ്ടുവന്നു. ഇൻഹേൽ അടുത്ത കൈ പുറകോട്ട് പോട്ടെ. യെസ്. എക്സേൽ. ഇൻഹേൽ. എക്സേൽ. Inhale. Exhale. 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 ഓക്കെ, റിലാക്സ്. കൊള്ളാം. റിലാക്സ്. കൈ താത്തി വെക്കാം. കാൽപാദം അകത്തി വെച്ചു, കൈകൾ അകത്തി വെച്ചു, കൈയുടെ ഉള്ളവശങ്ങളോട് തിരിച്ചു വയ്ക്കുക. കണ്ണുകൾ അടച്ചു കിടക്കുക. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറന്നു. കാൽപാദം ചേർത്ത് വെക്കുക, കൈകൾ വശങ്ങളിൽ ചേർത്ത് മാറ്റിലേക്ക് അമർത്തി വെച്ചു. വലതുകാലിന്റെ മുട്ടുമടക്കി വലതുകാലിന്റെ പാദം മാറ്റിലേക്ക് ചവിട്ടി പിടിക്കുക. ഇടതുകാലിന്റെ മുട്ടുമടക്കി ഇടതുകാലിന്റെ പാദം മാറ്റിലേക്ക് ചവിട്ടി പിടിക്കുക. കണ്ണു തുറന്നാണ് ചെയ്യേണ്ടത്. ഏകപാദോത്താസന. ഏകപാദോത്താസന. വലതുകാലിന്റെ മുട്ട് നിവർത്തി ഉയർത്താം. വലതുകാലിൽ ആരംഭിക്കാം. Inhale. Exhale. ഉയർത്തുന്ന കാലിന്റെ വിരലുകളെല്ലാം മുകളിലേക്ക് നീട്ടിപ്പിടിക്കണം. അടുത്ത കാല്. Inhale. Exhale. Inhale.
exhale, inhale, exhale. ഞാൻ പറയുന്ന സ്പീഡിൽ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് വേണം ചെയ്യാൻ. ശ്വാസഗതി അനുസരിച്ചാവണം ശരീരം ചലിക്കേണ്ടത്. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. ഓക്കെ, റിലാക്സ്. ഇടതുകാലിന്റെ മുട്ട് വലതുകാലിന്റെ മുട്ട് നിവർത്തി വെച്ചു, ഇടതുകാലിന്റെ മുട്ട് നിവർത്തി വെച്ചു. അത് മാറ്റി തേച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ. വലതുകാലിന്റെ മുട്ട് നിവർത്തി വെച്ചു, ഇടതുകാലിന്റെ മുട്ട് നിവർത്തി വെച്ചു. ഇടതുകാലിന്റെ മുട്ട് നിവർത്തിയും വെക്കാം, ആദ്യം കുഴപ്പമൊന്നുമില്ല. കാൽപാദം കാൽപാദം അകത്തി വെക്കുക, കാലിന്റെ കൈകൾ അകത്തി വെച്ചിട്ട് കൈയുടെ ഉൾവശങ്ങളോട് തിരിച്ചു വെക്കുക, കണ്ണുകൾ അടച്ച് കിടക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് ഏത് ഭാഗത്തേക്കാണ്? കാലിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നട്ടലിലേക്കും ഉദരപേശികളിലേക്കും ശ്രദ്ധിച്ച് വേണം കണ്ണുകൾ അടച്ച് കിടക്കാൻ. സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ടിരിക്കാം. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കാം. ദീർഘമായി ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, അതിനുശേഷം കണ്ണുകൾ തുറക്കും. ഓക്കെ, ഇനി കൈ രണ്ടും 90 ഡിഗ്രി ഉയർത്തി പിടിക്കാം. മുകളിലേക്ക് നേരെ ഉയർത്തി പിടിക്കുക. കൈ കൂപ്പി പിടിക്കുക. കൈ കൂപ്പി പിടിക്കുക. വശങ്ങളിലേക്ക് കൈ താത്തണം. വശങ്ങളിലേക്ക് കൈകൾ താത്തണം. ഹസ്തോത്താനാസന 3 ആണ്. വശങ്ങളിലേക്ക് താത്തി. താത്തു. നീതു കൈ വശങ്ങളിലേക്ക് താത്തിക്ക് നേരെ. കൈ തുറന്നിരിക്കണം. കൈയുടെ ഉൾവശം ഉള്ളിലേക്ക് തിരിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഇത് ബ്രീത്ത് എക്സൈൽ ആണ്. ഇവിടെ ശ്വാസം എടുത്താണ് നിൽക്കുന്നത്. സോറി, ഇൻഹെയിൽ ആണ്. എക്സൈൽ പറയുമ്പോൾ കൈ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. എക്സേൽ, കൈ ഉയർത്തിക്കൊണ്ടുവന്നു. യെസ്. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. കാൽപാദം ചേർന്നിരിക്കണേ. എക്സേൽ, സോറി, ഇൻഹേൽ ആയിരുന്നു. ശ്വാസം എടുത്തുകൊണ്ട് താത്തി. എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. കൈ ഉയർത്തി. എക്സേൽ പറയുമ്പോൾ കൈ ഉയർത്തി. മഞ്ജു, കൈ ഉയർത്തി പിടിക്കാം. ഇൻഹേൽ, കൈ താത്തി. എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. ഓക്കെ, റിലാക്സ്. കാൽപാദം അകത്ത് വെച്ചു, കൈകൾ താഴ്ത്തി ശരീരത്തോട് വിട്ട് അല്പം അകത്തി വയ്ക്കുക. കൈയുടെ ഉൾവശങ്ങളോട് തിരിച്ചു വയ്ക്കുക. കണ്ണുകൾ അടച്ചു കിടക്കുക. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കാം. ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറന്നു. വലതുകാലിന്റെ മുട്ടുമടക്കി വലതുകാലിന്റെ പാദം ചവിട്ടി പിടിക്കുക. ഇടതുകാലിന്റെ മുട്ടുമടക്കി ഇടതുകാലിന്റെ പാദം ചവിട്ടി പിടിച്ചു.
ഏകപാദോത്താസന വിത്ത് അർദ്ധഹസ്ത ഉത്താനാസന. രണ്ട് പോസ്റ്റേഴ്സ് നമ്മൾ ചേർത്ത് ചെയ്യുവാണ്. കൈയും കാലും ഒരേപോലെ ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ പോവുകയാണ്. വലതുകാലം ഉയർത്തുമ്പോൾ ഇടത് കൈ ഉയർത്തും. ശ്വാസഗതിക്ക് അനുസരിച്ച് ചെയ്യാം. ഇൻഹേൽ. വലതുകാലം ഉയർത്തുമ്പോൾ ഇടത് കൈ. മഞ്ജു കാല് ഇടത് കാലം ഇടത് കൈ ഉയർത്തി പുറകെ വെക്കൂ. എക്സേൽ താത്തി. അടുത്ത കാല് അടുത്ത കൈ. ഇൻഹേൽ. എക്സേൽ. ഇൻഹേൽ. എക്സേൽ. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. കൈ 180 ഡിഗ്രി പുറകിൽ നിലത്തോട്ട് വെക്കണം കേട്ടോ. അതുപോലെ താഴെ ഇരിക്കുന്ന കൈ ശരീരത്തോട് ചേർന്നിരിക്കണം. കമഴ്ത്തി നിലത്തമർത്തി വെക്കണം. കൈ ഒത്തിരി അകന്നു പോരുത്. ഇൻഹേൽ, എക്സ്ഹേൽ. ഇടതുകാല വലത് കൈ. ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ. റിലാക്സ്. കാൽപാദം വലതുകാലിന്റെ മുട്ട് നിവർത്തി വെച്ചു, ഇടതുകാലിന്റെ മുട്ട് നിവർത്തി വെച്ചു. രണ്ട് കാലം കൂടി ഒരുമിച്ച് നീട്ടുമ്പോൾ നടുവിന് ഒരു സ്ട്രെയിൻ വരും. അത് വരാതിരിക്കാനാണ് ഒരു കാല് നീട്ടി വെച്ചിട്ട് അടുത്ത കാല് നീട്ടി വെക്കാൻ പറഞ്ഞത് കേട്ടോ. കാൽപാദം അകത്തി വെക്കാം, കൈകൾ അകത്തി വെച്ചു, കൈയുടെ ഉൾവശം മുകളിൽ തിരിച്ചു വെക്കുക, കണ്ണുകൾ അടച്ചു വിടുക. നട്ടലിന്റെ ഭാഗങ്ങളും ആ പേശികളൊക്കെ ഒന്ന് ബലപ്പെട്ടതിന് ശേഷം രണ്ട് കാലം ഒരുമിച്ച് നീട്ടി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ തൽക്കാലം നമുക്ക് ഇങ്ങനെ സിംഗിൾ ലെഗ് പയ്യെ സാവധാനം ചെയ്താൽ മതി. ഓരോ കാര്യങ്ങളും ആസനാസ് ആണെങ്കിലും പ്രാണായാമം, ഈ ശ്വസന സംബന്ധമായിട്ടുള്ള എക്സസൈസ് ആണെങ്കിലും എല്ലാം നമ്മുടെ ശരീരമായിട്ടൊന്ന് ഇണങ്ങി വരണം. അതിനുശേഷം നമുക്ക് ചെയ്യാം. ഇപ്പോ ഈ രീതിയിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ. സാവധാനത്തിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ. വളരെ ശ്രദ്ധിച്ച് കാലിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നട്ടലിന്റെ ഭാഗങ്ങളിലേക്കും ഉദരപേശികളിലേക്കും ശ്രദ്ധിച്ച് കിടക്കുക. ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതായിട്ട് സങ്കല്പിക്കണം. അത് മാറി പൂർണ്ണ ഭേദമായി എന്നുള്ള രീതിയിൽ സങ്കല്പിക്കുക. മനസ്സിൽ അങ്ങനെ കാണുക. വേദന എല്ലാം വിട്ടൊഴിഞ്ഞതായിട്ട് കാണണം. കാലുകളുടെ ഭാഗങ്ങൾ മാത്രമല്ല, ലെൻസിന്റെ ഭാഗങ്ങളും ഒരേപോലെ നമ്മൾ പ്രവർത്തിപ്പിച്ചു. ലെൻസിന്റെ എല്ലാ ഭാഗങ്ങളും ശ്വസന സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് വിട്ടൊഴിഞ്ഞതായിട്ട് മനസ്സിൽ കാണുക, സങ്കല്പിക്കുക. അതുപോലെ ഷോൾഡറിന്റെയും കഴുത്തിന്റെയും ഒക്കെ ഭാഗത്ത് വേദനകൾ ഉണ്ടെങ്കിൽ ആ വേദനകളെല്ലാം പൂർണ്ണമായും വിട്ടൊഴിയുന്നതായിട്ട് മനസ്സിൽ കാണണം. റിലാക്സ് ചെയ്ത് കിടക്കുമ്പോൾ കൈകാലുകൾ അനക്കാൻ പാടില്ല.
ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം നമ്മൾ വിടുന്നു. ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കാം. വലതുവശത്തേക്ക് ഒന്ന് ചെരിഞ്ഞ് കിടക്കുക. ഇതൊക്കെ ഞാൻ ചെയ്ത് കാണിക്കാം. ചെയ്ത് കാണിക്കുന്നു നോക്കുക. അതിനുശേഷം ചെയ്യാം. കാല് ചവിട്ടി പിടിച്ചതിന് ശേഷം ചവിട്ടി പിടിച്ച് കിടക്കുക. അതാണ് ചെയ്യുന്നതിന് മുന്നേ കിടക്കേണ്ട പൊസിഷൻ ഇതാണ്. ഇങ്ങനെ കിടന്നതിന് ശേഷം ഈ കാല് മുട്ടുമടക്കി തന്നെ ചങ്ങിനോട് ചേർത്ത് ഈ കൈ കൊണ്ട് ഇന്റർലോക്ക് ഇങ്ങനെ പിടിക്കുക. കൈ ഇങ്ങനെ വലിച്ചടിപ്പിക്കാൻ ശ്രമിക്കുക. ശ്വാസം മുട്ടുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചടിപ്പിക്കേണ്ടത്. എന്നിട്ട് പയ്യെ തലകൂടി ഒന്ന് പൊക്കി ഇത്രയും പിടിച്ചാൽ മതി. അതിനുശേഷം താഴ്ത്തുക. കൈ വിട്ടു, വേറെ താഴ്ത്തി വെച്ചു, കൈ താഴ്ത്തി വെച്ചു. അടുത്ത കാലം അതുപോലെ തന്നെ ഉയർത്തി കൈ കൊണ്ട് പിടിക്കുക, വലിച്ചടുപ്പിക്കാൻ ശ്രമിക്കുക. ഇത്രയും നന്നാണ്. നമ്മൾ മുട്ടിക്കണം. ഇപ്പൊ മുട്ടിക്കണ്ട, ഇത്രയും വന്നാൽ മതി. മുട്ടിക്കാൻ പറ്റുന്നവരെ മുട്ടിക്കുക, അല്ലാത്തവരെ മുട്ടിക്കണ്ട. ഓക്കെ, തല താഴ്ത്തി വെച്ചു, കൈ നീട്ടി, കാല് താഴ്ത്തി വെച്ചു, അതിന്റെ കൂടെ കൈ താഴ്ത്തി വെച്ചു. ഓക്കെ, റെഡി. വലതുകാലിന്റെ മുട്ടുമടക്കി വലതുകാലിന്റെ പാദം ചവിട്ടാം. ഇടതുകാലിന്റെ മുട്ടുമടക്കി ഇടതുകാലിന്റെ പാദം ചവിട്ടി പിടിക്കുക. ഒരു ട്രയൽ ചെയ്യാം. വലതുകാലിന്റെ മുട്ട് മടക്കി ചങ്ങിനോട് ചേർത്ത് കൊണ്ടുവരാം. വലതുകാലിന്റെ മുട്ട് മടക്കി ചങ്ങിനോട് ചേർത്ത് കൈകൾ കൊണ്ട് ഇന്റർലോക്ക് ചെയ്ത് കാലിനെ വലിച്ചടിപ്പിക്കുക. മാക്സിമം. ശ്വാസം പൂർണ്ണമായും വിട്ടുകൊണ്ട് തല ഉയർത്താം. ഞാൻ പറയുന്നതിനനുസരിച്ച് വേണം ചെയ്യാൻ കേട്ടോ. ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തി കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് തല താത്തി വെച്ചു. ശ്വാസം വിട്ടുകൊണ്ട്. യെസ്. ഇനി കാലേന്ന് വിട്ടോളൂ. കാലേന്ന് കൈവിട്ട് കാലം താത്തി വെച്ചു. യെസ്. അടുത്ത കാലം മുട്ടുമടക്കി ചങ്ങിനോട് ചേർത്ത് കൊണ്ടുവന്ന് കൈകൾ കൊണ്ട് ഇന്റർലോക്ക് ചെയ്ത് കാല് വലിച്ചടുപ്പിക്കുക. ശ്വാസം പൂർണ്ണമായും വിട്ടുകൊണ്ട് തല ഉയർത്തി മുട്ടിനടുത്തേക്ക് കൊണ്ടുവരാം. യെസ്. ഓക്കെ. ശ്വാസം വിട്ടുകൊണ്ട് തല താത്തി വെച്ചു, കാല് താത്തി വെച്ചു. എക്സൈൽ പറയുമ്പോൾ അത് പൂർണ്ണമായും ചെയ്യാം കേട്ടോ. അടുത്ത കാലിൽ ശ്വാസഗതിക്ക് അനുസരിച്ച് ചെയ്യാം. വലതുകാലിന്റെ മുട്ടുമടക്കി കൈകൾ കൊണ്ട് വലിച്ചടിപ്പിച്ച് ശ്വാസം പൂർണ്ണമായും വിട്ടുകൊണ്ട് തല ഉയർത്തുക. തല ഉയർത്തി എക്സേൽ. ഇൻഹേൽ, തല താത്തി വെച്ചു, കാല് താത്തി വെച്ചു. യെസ്. അടുത്ത കാല് എക്സേൽ. കൊള്ളാം. ഇൻഹേൽ, എക്സേൽ. കാല് ചവിട്ടി പിടിച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ. കാലിന്റെ മുട്ട് രണ്ടും മടക്കി മാറ്റി ചവിട്ടി പിടിക്കാൻ പറഞ്ഞിരുന്നു. ഇൻഹേൽ, ശ്വാസം എടുത്തുകൊണ്ട് തല താത്തി വെച്ചു. എക്സേൽ. ലവ്ലി എന്ത് പറ്റി? ചെയ്യുന്നില്ലല്ലോ. ഇൻഹേൽ, എക്സേൽ. ശ്വാസം പൂർണ്ണമായും വിട്ടുകൊണ്ടേ തല പൊക്കാവുള്ളൂ കേട്ടോ. എക്സേൽ. ഇൻഹേൽ, ശ്വാസം എടുത്തുകൊണ്ട് താത്തിക്കുക. എക്സേൽ, ഇൻഹേൽ. യെസ്. വലതുകാലിനെ മുട്ട് നിവർത്തി വെക്കാം, ഇടതുകാലിനെ മുട്ട് നിവർത്തി വെക്കാം. വലതുകാലിനെ മുട്ട് നിവർത്തി വെച്ചു, ഇടതുകാലിനെ മുട്ട് നിവർത്തി വെച്ചു. കൈകള് മലർത്തി വെക്കുക. കൈയുടെ ഉൾവശങ്ങളോട് തിരിച്ചു വയ്ക്കാം. കൈയുടെ ഉൾവശങ്ങളോട് തിരിച്ചു വെച്ച് കണ്ണുകൾ അടച്ചു കിടക്കാം. കൈയുടെ ഉൾവശങ്ങളോട് തിരിച്ചു വെച്ച് കണ്ണുകൾ അടച്ചു കിടക്കുക. വയറിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ശ്രദ്ധിക്കുക. ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ
ഉതകുന്ന ഒരു പോസ്റ്ററാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. അത് വളരെ ലളിതമായിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. കാലൊക്കെ നീട്ടി വെച്ചാണ് പല പോസ്റ്റേഴ്സും കാല് നീട്ടി വെച്ചാണ്. ഏകപാദോത്താസനയും അതുപോലെ തന്നെ ഇപ്പൊ ചെയ്ത പോസ്റ്ററിന്റെ പേര് പവനമുക്താസന എന്ന് പറയും. ഇതെല്ലാം കാല് നീട്ടി വെച്ച് ചെയ്യേണ്ടതാണ്. പക്ഷെ നടുവിനൊന്നും പ്രയാസം ഉണ്ടാകാത്ത രീതിയിൽ വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ഇപ്പൊ ചെയ്യിച്ചിരിക്കുന്നത്. എന്നാൽ ആ പോസ്റ്ററിന്റെ എഫക്റ്റ് എല്ലാം ലഭിക്കുകയും ചെയ്യും. അപ്പൊ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ അബ്ഡോൺ മസിൽസ്, കോർ മസിൽ നന്നായിട്ട് അകത്തോട്ട് കോൺട്രാക്ട് ചെയ്ത് ചുരുങ്ങി വന്നതായിട്ട് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഉള്ളിലാണ് ശരിക്കും കുടലുകളെ എല്ലാം അത് ഉത്തേജിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പറയുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ നന്നായിട്ട് അത് ആക്റ്റീവ് ആക്കാൻ സഹായിക്കും. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. അസിഡിറ്റി ഉണ്ടാവുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമ്മളിപ്പോൾ ചെയ്തത്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുകയും ചെയ്യണം. ശരീരം അകത്തോട്ട് ചുരുങ്ങുമ്പോൾ തലയുയർത്തി നമ്മൾ മൂക്കയിലേക്ക് മുട്ടിക്കാൻ, കാലിന്റെ മുട്ടയിലേക്ക് മൂക്ക് മുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്വാസം പൂർണ്ണമായും വിട്ടുകൊണ്ട് തന്നെ വേണം മുട്ടിക്കാൻ. അതുപോലെ ബ്രീത്ത് എവിടെയും ഹോൾഡ് ചെയ്ത് പിടിച്ചു വെക്കാൻ പാടില്ല. ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ചെയ്യാനും പാടില്ല. ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് കണ്ണുകൾ തുറക്കാം. വീണ്ടും ചെയ്യാം. വലതുകാലിന് മുട്ടുമടക്കി വലതുകാലിന് പാദം ചവിട്ടി പിടിക്കുക. ഇടതുകാലിന് മുട്ടുമടക്കി ഇടതുകാലിന് പാദം ചവിട്ടി പിടിക്കുക. കൈകൾ ചേർത്ത് മാറ്റിലേക്ക് അമർത്തി വെക്കണേ. ഓക്കെ, വലതുകാലിൽ ആരംഭിക്കാം. ഇത് തന്നെ ഭയങ്കര ധൃതിയാണല്ലോ ഷീബ. ഞാൻ പറയാം. യെസ്, ഇന്ന് തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നല്ലോ. യെസ്. Exhale. Inhale. Exhale. Inhale. പയ്യെ പയ്യെ നമുക്ക് മൂക്ക് കാലിന്റെ മുട്ടയിലേക്ക് മുട്ടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം കേട്ടോ. കൈ താത്തി വെച്ചോ. Exhale. Inhale. Exhale. Inhale. Exhale. Inhale. Exhale. Inhale. ഹാൻഡ് റിലാക്സ്. വലതുകാലം മുട്ട് നിവർത്തി വെച്ചു, ഇടതുകാലം മുട്ട് നിവർത്തി വെച്ചു. കാൽപാദം അകത്തി വയ്ക്കുക, കൈകൾ അകത്തി വയ്ക്കുക, കൈയുടെ ഉള്ളിച്ചും കൊണ്ട് തിരിച്ചു വയ്ക്കുക. കണ്ണുകൾ അടച്ച് വയറിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ പുറം ഭാഗത്തേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കിടക്കാം. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറന്നു. ഒരിക്കൽ കൂടി ചെയ്യാം. പവനമുക്താസന, അർദ്ധ പവനമുക്താസന കേട്ടോ. അർദ്ധ പവനമുക്താസന, ഒരു കാല് മാത്രമേ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുന്നുള്ളൂ. ഇത് രണ്ട് കാലം ഉയർത്തി ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ് കൂടിയാണ്. നമ്മൾ ഇതിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു വെർഷനാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അർദ്ധ പവനമുക്താസനം അതിന് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് കിടക്കാം. കാൽപാദം ചവിട്ടി. Exhale. Inhale. Exhale. Inhale. Exhale. Inhale. Exhale. Inhale.
exhale, inhale, exhale, inhale, exhale. കൈ വശങ്ങളിലാണ് ചേർത്ത് വെക്കേണ്ടത് കേട്ടോ. കൈ അകന്നു പോരുതേ. എക്സേൽ, ശരീരത്തിന്റെ വശങ്ങളിൽ താത്തി വയ്ക്കുക. കമത്തി കമത്തി, നമ്മൾ എങ്ങനെ തുടങ്ങിയപ്പോ കൈ എങ്ങനെ ഇരുന്നേ അതുപോലെ കമത്തി ചേർത്ത് വയ്ക്കണം. എക്സേൽ, ഇൻഹേൽ. ഓക്കെ, റിലാക്സ്, റിലാക്സ്. വലതുകാലിന്റെ മുട്ട് നിവർത്തി വെച്ചു, ഇടതുകാലിന്റെ മുട്ട് നിവർത്തി വെച്ചു. പൂർണ്ണമായും റിലാക്സ് ചെയ്ത് നടക്കാം. കാൽപാദമകത്തി, കൈകളകത്തി, കാൽപാദമകത്തി, കൈകളകത്തി. പൂർണ്ണമായും റിലാക്സ് ചെയ്ത് നടക്കുക. ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ് ആവട്ടെ, ശാന്തമാവട്ടെ. കാൽപാദം മുതൽ തലവരുടെ എല്ലാ ശരീരഭാഗങ്ങളും പൂർണ്ണമായും റിലാക്സ് ആവട്ടെ, ശാന്തമാവട്ടെ. സാധാരണഗതിയിൽ ശ്വാസം എടുത്തു വിട്ടും ശ്വാസത്തിൽ ശ്രദ്ധിച്ച് കിടക്കുക. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു മ്യൂസിക് ഇടും. ആ മ്യൂസിക്കിലേക്ക് കൂടി നന്നായി ശ്രദ്ധിക്കണം. ശരീരഭാഗങ്ങളിലുള്ള പേശികളിലും അതുപോലെ സന്ധികളിലും ഒക്കെയുള്ള വേദനകള്, ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള് എല്ലാം ശരീരത്തിൽ നിന്ന് വിട്ടൊഴിയുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വേണം കിടക്കാൻ. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale.
ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. കാൽപാദം മുതൽ തലവരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും വിട്ടൊഴിഞ്ഞിരിക്കുകയാണ്. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. കൈകളൊന്ന് ഉയർത്തി കാണിക്കുക, താത്തുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉയർത്തുക, താത്തുക. കണ്ണ് തുറക്കല്ലേ. കൈയൊന്ന് ഉയർത്തി താത്തി. നേഹ കൈയൊന്ന് ഉയർത്തി താത്തി. നേഹ കൈയൊന്ന് ഉയർത്തി താത്തി. കണ്ണ് തുറക്കല്ലേ. സാവധാനം വലതുവശത്തേക്ക് തിരിഞ്ഞു കിടക്കാം. ഷൈബി സാവധാനം തിരിഞ്ഞു കിടക്കാം. ചിരിഞ്ഞോളൂ. കൈ മടക്കി വലതേ മടക്കി തലക്കടിയിലേക്ക് വെക്കുക. ചിരിഞ്ഞു കിടന്നോളൂ. കൈ മടക്കി തലക്കടി വെച്ച്. നേഹ കൈ മടക്കി തലക്കടിയിലേക്ക് വെച്ച്. യെസ്. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം നിവർന്ന സുഖാസനത്തിലേക്ക് വരാം. സാവധാനം നിവർന്ന സുഖാസനത്തിലേക്ക് വരിക. നടുവ് തുറന്നിരിക്കട്ടെ. മുഖം ഉയർത്തി പിടിച്ചിരിക്കാം. സന്തോഷമുണ്ടാവട്ടെ. ചെറുപുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി ഇരിക്കുക. മുഖത്ത് സന്തോഷമുണ്ടാവണം. ബലം പിടിച്ചിരിക്കാൻ പാടില്ല. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. സന്തോഷം കൊണ്ട് മനസ്സും ശരീരവും നിറയട്ടെ. സന്തോഷം കൊണ്ട് മനസ്സും ശരീരവും നിറയട്ടെ. ഇരുകൈകളും ചേർത്ത് നന്നായി കൂട്ടിത്തിരുമാം. ഇരുകൈകളും ചേർത്ത് നന്നായി കൂട്ടിത്തിരുമി. കൈകൾ തുറന്ന മുഖത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തലയ്ക്ക് മുൾവശം, തോളിൻ്റെ ഇരുവശങ്ങളും ഉള്ളംകാലിലും കൈകൾക്കുള്ള ചൂട് തൊട്ടതിലോടി അനുഭവിച്ചറിയുക. അതിനുശേഷം ഒരു പുസ്തകം തുറന്ന് പിടിച്ചിരിക്കുന്ന പോലെ കൈകൾ തുറന്ന മുഖത്തിന് മുമ്പിലായി പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് കൈകൾക്കുള്ളിലേക്ക് നോക്കാം.